ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി നാരങ്ങ സർബത്താട്ടോ. റംളാനൊക്കെ ആയില്ലേ, എല്ലാവർക്കും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വൈറ്റ് കളറിലുള്ള നാരങ്ങ സർബത്താണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ റൈറ്റ് റെഡിയാക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി നാരങ്ങ വെള്ളാട്ടോ. അതും നല്ല വൈറ്റ് കളറിലുള്ള നാരങ്ങ വെള്ളം. നമ്മൾ സാധാരണ കൂൾ ബാറിലൊക്കെ പോയിട്ട് നമ്മൾ ലൈം കുടിക്കില്ലേ, അതിനേക്കാട്ടും നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിവിടെ വീട്ടിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതുമാത്രമല്ല നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ റംളാനൊക്കെ ആയില്ലേ, നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒത്തിരി സമയമില്ലാത്ത നേരത്ത് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് അത് റെഡിയാക്കിയൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് സമയമാവില്ലേ. അപ്പോൾ അതൊന്നും വേണ്ട കേട്ടോ. നമുക്ക് നോമ്പിൻ്റെ 2 ദിവസം മുന്നേ തന്നെ നമുക്ക് ഈ ഒരു നാരങ്ങ സർബത്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് മാത്രം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് ഐസ് വാട്ടറും അതേപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കസ്കസും ചേർത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്വാഷ് നമുക്ക് റെഡിയാക്കി എങ്ങനെ വെക്കാം എന്നുള്ളത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ നാരങ്ങ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മുറിക്കാത്ത നാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നാരങ്ങ നമ്മൾ സ്ക്വാഷ് എങ്ങനെയാണ് റെഡിയാക്കി വെക്കുക എന്നുള്ളത് കാണിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വൈറ്റ് കളറിലല്ലേ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാനിതപ്പോൾ ഇവിടെ കുറച്ച് ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് മിൽക്ക് മേഡ്. അപ്പോൾ നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള മിൽക്ക് മേഡാട്ടോ. അപ്പോൾ ഇതും വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാരങ്ങ വെള്ളം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് നമുക്കൊരു ബൗളിലേക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇതാ ഞാൻ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല വില കുറവിൽ നമുക്ക് നാരങ്ങയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതേപോലെ റെഡിയാക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ നമുക്ക് വെള്ളം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ ഒരു റംളാനിൽ ഒട്ടുമിക്ക പേർക്കും നാരങ്ങ വെള്ളം ആവശ്യമല്ലേ. ഒത്തിരി പേര് കുടിക്കുന്നവരും ഉണ്ട്, കുടിക്കാത്തവരും ഉണ്ട്. നമുക്കിവിടെ നാരങ്ങ വെള്ളത്തിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിൽ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നാരങ്ങ വെള്ളം കുടിക്കാൻ എല്ലാവർക്കും മടിയാണ്. പിന്നെ സാധാരണ നോർമൽ വാട്ടറിൽ നമ്മൾ നോമ്പ് തുറക്കുന്നതുകൊണ്ട് പിന്നീടാണ് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇശ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവർക്കും വെള്ളത്തിന് ആവശ്യം വരും. ആ ഒരു സമയത്തൊക്കെ നമുക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ഐസ് വാട്ടറും അതേപോലെ തന്നെ ഈ ഒരു നാരങ്ങയുടെ ഒരു സർബത്തും ഉണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ഗ്ലാസ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതുമാത്രമല്ല നല്ല ചൂടല്ലേ, നമ്മൾ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പിള്ളേർക്ക് പോലും എടുത്ത് കുടിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ഐറ്റം നമ്മൾ റെഡിയാക്കി വെക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സമയവും ലാഭം, അതേപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ആ ഒരു രീതിയിലൊക്കെ നമുക്കെല്ലാം റെഡിയാക്കി വെക്കാം. ഇപ്പം നമുക്ക് ഈ ഒരു പിഴിഞ്ഞെടുക്കുന്ന ഈ ഒരു നാരങ്ങയുടെ തൊണ്ട് കളയണ്ട കേട്ടോ. അവരതിലിപ്പം വിനാഗിരും ഉപ്പും ഉണ്ടെങ്കിൽ ഒരു ബോട്ടിലേക്ക് നമുക്ക് ഇതേപോലെ അങ്ങ് മാറ്റി വെച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്കിത് അച്ചാറിടുകയും ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊളിക്കനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10-15 നാരങ്ങോളം നമുക്കിതിലേക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബോട്ടിലേക്കുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഇടിക്കല്ല് വെച്ചിട്ട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഇഞ്ചി അതേപോലെ ഒരു 3 ഏലക്കയും കൂടെ ഒന്ന് ഇടിച്ചെടുക്കാം. ചതക്കി എടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ ഏലക്ക ഇഞ്ചി
ചതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര. അതിനോടൊപ്പം തന്നെ നമ്മൾ ചതുക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇഞ്ചി, ഏലക്ക. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഇതേപോലെ കയ്യിലിങ്ങനെ ഒന്ന് ഒട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റിക്ക് പരുവത്തിൽ നമുക്ക് ഈ ഒരു വെള്ളം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരല്പം ചിയ സീഡ്, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ഇതൊന്ന് നല്ലപോലെ കുതിർന്ന് സെറ്റായി വന്നു. അപ്പോൾ ഇതാ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം. കുറച്ച് വെള്ളം നമുക്കിതിൽ വറ്റി വരണം. അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റായി ആ ഒരു സ്റ്റിക്കി പരുവത്തിൽ വരണം. അതുവരെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതൊന്നുകൂടി ഇരുന്ന് നല്ലപോലെ ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇതാ നല്ലപോലെ പതഞ്ഞ് അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ആ ഒരു രീതിയിലായിട്ടില്ല, കുറച്ചും കൂടെ ആവാനുണ്ട്. ഇതേപോലെ നമ്മൾ നോക്കുമ്പോൾ ആയി കിട്ടണം. നമ്മളിതിലേക്ക് പിഴിഞ്ഞെടുത്ത നാരങ്ങ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്നും കൂടെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കണ്ടില്ലേ, നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് കാണിക്കണം. നമുക്കിതൊരു ചെറിയ ബോട്ടിലിൽ സൂക്ഷിക്കാനുള്ള അത്ര നമ്മൾ ആ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം കണ്ടില്ലേ, നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് 1-2 സ്പൂൺ മാത്രം മതിയാവും. നമുക്ക് 1-2 ഗ്ലാസ്സിലേക്ക് എടുക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് ഈ ഒരു സിറപ്പൊന്ന് നല്ല പോലെ ഒന്ന് തണുത്ത് വരണം. അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 1 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ നാരങ്ങ പിഴിഞ്ഞതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിതാ ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് അരിച്ചങ്ങ് ഒഴിക്കാം. ഇതിൻ്റെ ആ ഒരു സത്തൊക്കെ നല്ലപോലെ പിഴിഞ്ഞെടുത്താൽ മതി. ഇതെങ്ങനെയാണ് നമുക്ക് വൈറ്റ് കളറിലുള്ള നാരങ്ങ വെള്ളം റെഡിയാക്കണമെന്നും കണ്ടു നോക്കണ്ടേ. അപ്പം ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു വൈറ്റ് കളറിലുള്ള നമ്മുടെ നാരങ്ങ വെള്ളം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഐസ് ക്യൂബ്, അതിനോടൊപ്പം തന്നെ ഒരല്പം ഐസ് വാട്ടർ, ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു സിറപ്പ് ഇതിലേക്ക് ഒരല്പം ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാനിതാ നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒരല്പത്തിലേക്ക് അങ്ങ് ഒഴിക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക്
നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിയ സീഡ് ഒഴിച്ചു കൊടുക്കുക. ഇതാ നമ്മുടെ ആ ഒരു അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാരങ്ങ സർബത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്കിത് ഇനി ഇതൊരു ബോട്ടിലിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കണ്ടല്ലോ? ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ഒട്ടും പ്രയാസമില്ലാത്ത രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്കൊരു സ്ട്രോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഒരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ. എന്നിട്ട് നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്കാക്കി കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ബോട്ടിലിൽ ആക്കിയെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ച് വലിയ ബോട്ടിലിൽ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാരങ്ങ വെള്ളം സ്ഥിരമായിട്ട് നോമ്പിന് ആവശ്യമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ റെഡിയാക്കി വെക്കാം. വളരെ എളുപ്പമല്ലേ? നമ്മൾ ഈ ഒരു സമയമില്ലാത്ത സമയത്തൊക്കെ നമ്മൾ നാരങ്ങ പിഴിയാനും പഞ്ചസാര കലക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി നമുക്കിതിലേക്ക് ഐസ് വാട്ടറും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കറക്കിൽ അത്ര ആവശ്യമുള്ളൂ കേട്ടോ. കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ടുള്ള നാരങ്ങ ജ്യൂസ് ഇവിടെ റെഡിയാക്കി. കണ്ടില്ലേ? നമ്മൾ സാധാരണ കൂൾ ബാറിലൊക്കെ പോയിട്ട് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. റമദാൻക്ക് സമയമില്ലാത്തവർക്കൊക്കെ ഇതേപോലെ റെഡിയാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം കൊണ്ട് നമ്മൾ നാളെ വരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.